ഒരു ജോലിക്കായി സർക്കാരിന്റെ കനിവ് കാത്ത് കഴിയുന്നത്. എല്ലാവർക്കും ജീവിതം വെറുത്ത് നിൽക്കണം. കാര്യം സ്പോർട്സ് ചെയ്യണവന്റെ ജീവിതം ആരും ചിന്തിക്കുന്നില്ല. സ്പോർട്സുകാർ എന്താണെന്നൊന്നും ഒന്നും അറിയുന്നില്ല. ഓരോ ഗെയിമിൽ ഇവർ നോക്കിയിട്ട് അത്ലറ്റിക്സ്, ഫുട്ബോൾ ഇങ്ങനത്തെ ഓരോ ഗെയിമുകൾക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണനയും കൂടിയില്ല. ഞങ്ങൾ സ്പോർട്സ് ചെയ്യണത് എന്തിനാണ്? ഞങ്ങളുടെ ഒരു മോഹം പറഞ്ഞാൽ ഞങ്ങൾ ഈ ചെറിയ ഇതിൽ നിന്ന് വരുന്ന കഷ്ടപ്പാടിൽ നിന്ന് വരുന്നത് എന്തിനാണ്? ഒരു ജോലിക്ക് വേണ്ടി. ആ ജോലിയും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അതിനുള്ള ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല. നിരാശയുടെ പടുകുഴിയിൽ നിന്നുമാണ് രഞ്ജിത്ത് തന്റെ നിസ്സഹായത ലോകത്തോട് പറയുന്നത്. സ്പോർട്സ് മാത്രം സ്വപ്നം കണ്ടു നടന്ന പാലക്കാട് ചിറ്റൂരിലെ അത്തിക്കോട് സ്വദേശി രഞ്ജിത്ത് കേരളം അറിഞ്ഞ ഗുസ്തി താരമാണ്. കിടക്കാൻ പോലും ഇടമില്ലാതെ ബുദ്ധിമുട്ടുന്ന വീട്ടിൽ തനിക്ക് കിട്ടിയ മെഡലുകളും അവാർഡുകളുമെല്ലാം രഞ്ജിത്ത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 2003 മുതൽ വിവിധ ചാമ്പ്യൻഷിപ്പുകളിലായി 5 തവണ 1ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ഈ ഗുസ്തി താരം. നിരവധി തവണ ദേശീയ മത്സരങ്ങളിലും പങ്കെടുത്തു. പുറമെ വെയ്റ്റ് ലിഫ്റ്റിംഗും ജൂഡോയിലും മെഡലുകളും ലഭിച്ചിട്ടുണ്ട്. 2010 പരിശീലനത്തിനിടെ കൈക്കുഴ തിരിഞ്ഞു. ഇവിടുന്ന് തുടങ്ങി രഞ്ജിത്തിന്റെയും കുടുംബത്തിന്റെയും ദുരിതം. ഒരു കൈയിന് ശേഷിക്കുറവുള്ളതിനാൽ ഭാരിച്ച ജോലികളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നെഹ്റു യുവകേന്ദ്രയുടെ വളണ്ടിയറായി ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനമാണ് ജീവിതമാർഗം. വീട് അനുവദിക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഗുസ്തി താരമായി നേട്ടങ്ങൾ കൊയ്ത മകന് ഒരു ജോലി കൂടി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് രക്ഷിതാക്കളുടെ അപേക്ഷ. ഇതുവരെ ഞങ്ങൾ വീട് കെട്ടണമെന്നോ ഒന്നും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന് എന്ത് പറയും, അവിടെ പോകണം പറഞ്ഞാൽ അപ്പോഴേക്കപ്പോൾ കടം വാങ്ങിക്കൊണ്ട് ഞാൻ അയച്ചു വിട്ടത്. വാടക ഇരിക്കുന്ന കാലത്ത് വാടക ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ജോലിയും ഇല്ലാണ്ടിരിക്കും. ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങൾക്ക്. ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് അവനെ പഠിപ്പിച്ച് ഇത്രയ്ക്കാക്കിയത്. പക്ഷേ അവൻ്റെ കൈ ഇങ്ങനെ തിരിഞ്ഞുപോയി. അവന് ജോലിയൊന്നും ഇതുവരെയ്ക്കും ഒന്നും കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടുമില്ല. എന്തെങ്കിലും ഒരു ജോലി കിട്ടണം, അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടിയത്. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പരിഗണിക്കാമെന്ന അറിയിപ്പ് ലഭിച്ചിരുന്നു. പിന്നീട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. കായിക രംഗത്ത് തന്നെ തുടരണമെന്നാണ് രഞ്ജിത്തിന്റെ ആഗ്രഹം. പക്ഷേ ജീവിത പ്രാരാബ്ധങ്ങളുമായി മല്ലിട്ട് നിൽക്കുമ്പോൾ കായിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആര് സഹായിക്കും എന്നതാണ് രഞ്ജിത്തിനെ വലയ്ക്കുന്ന ചോദ്യം. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് മണ്ണേങ്കോട് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് നീന്തൽ പരിശീലന കളരി തുടങ്ങി. 20 പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുക. AUP സ്കൂളിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത്. സ്കൂളിലെ കായിക പരിശീലന പദ്ധതിയുടെ ഭാഗമായാണ് നീന്തിക്കയറാം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആദ്യഘട്ടത്തിൽ 20 കുട്ടികൾക്കാണ് പരിശീലനം നൽകുക. വിവിധ ഘട്ടങ്ങളിലായി സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നീന്തൽ അറിയാത്ത എല്ലാ കുട്ടികളെയും നീന്തൽ പരിശീലിപ്പിക്കുമെന്ന് കായികാധ്യാപകൻ UP ഷെഫീർ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 15ഓളം വിദ്യാർത്ഥികളുമായാണ് സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടെയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഈ വർഷം കഴിയുമ്പോഴേക്കും മുഴുവൻ വിദ്യാർത്ഥികളെയും നീന്താൻ പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണുള്ളത്. ഓരോ ദിവസവും സ്കൂൾ അവരുടെ പഠനം നഷ്ടപ്പെടാത്ത രൂപത്തിലാണ് ഈ നീന്തൽ ഞങ്ങൾ പരിശീലനപ്പെടുത്തിയിട്ടുള്ളത്. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പരിശീലനം. പഠനം നഷ്ടപ്പെടാത്ത രീതിയിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മറ്റ് ഒഴിവു ദിവസങ്ങളിലുമായാണ് പരിശീലനം നടക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്.